എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവനതുല്യം സ്നേഹിച്ചിട്ടും നിരന്തരം നിങ്ങളെ അവഗണിച്ച് നിങ്ങളുടെ ഹൃദയം മുറിപ്പെടുത്തി ഒരു തുള്ളി സ്നേഹം പോലും നിങ്ങൾക്ക് തിരികെ തരാതെ ആ ഒരു വേദനയിൽ ഹൃദയം നുറുങ്ങി മനസ്സ് നീറി ഉരുകി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കേൾക്കണം. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷവും തന്നെയല്ല, നിങ്ങളെ അവഗണിച്ച ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം. ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവും. നിങ്ങൾ എത്രമാത്രം അമൂല്യരായിട്ടുള്ള വ്യക്തികളാണെന്ന് മനസ്സിലാവും. അവർ തീർച്ചയായിട്ടും ഒരുപക്ഷെ നിങ്ങളിലേക്ക് തിരിച്ചു വന്നെന്നും ഇരിക്കാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച് ഒഴിവാക്കി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആ ഒഴിവാക്കിയ സാധനം, നമ്മൾ ഉപേക്ഷിച്ച സാധനം, അത് തിരികെ വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തിരികെ കിട്ടത്തില്ല. കാരണം കാലത്തിന് നമ്മളെ കഴിഞ്ഞും വാശിയാണ്. ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ആ ഉപേക്ഷിച്ച സാധനത്തിൻ്റെ വില നമുക്ക് മനസ്സിലാവുന്നത്. പിന്നീട് അത് തിരികെ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെയാണ് ഈ കാലം മാറിയിട്ടും ലോകം മാറിയിട്ടും എല്ലാം മാറിയിട്ടും ചുറ്റുമുള്ളതൊക്കെ മാറിയിട്ടും ഒരിക്കലും സ്വന്തം മനസ്സ് മാറ്റാതെ നിങ്ങളോടുള്ള സ്നേഹം ആദ്യം തൊട്ട് അവസാനം വരെ അത് നിങ്ങളിലേക്ക് നിർഗളം ഒഴുക്കിക്കൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തികൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ ഒരു കാലഘട്ടത്തിലും അവഗണിക്കാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും കൈവിട്ട് കളയരുതാത്ത വ്യക്തികളെക്കുറിച്ചാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾ, അത് പുരുഷനായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, ഇത്തരം സ്വഭാവ ഗുണങ്ങളുള്ള ആളുകളെ നിങ്ങൾ ഒരിക്കലും അവഗണിക്കുകയോ കൈവിട്ട് കളയുകയോ ഉപേക്ഷിച്ച് കളയുകയോ ബ്രേക്കപ്പ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തീരാ നഷ്ടമായിരിക്കും. നിങ്ങൾ പിന്നെ അത് ഓർത്ത് നിങ്ങൾ കരയേണ്ടി വരും. ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ 100% ഒറിജിനലായിട്ടുള്ള 10ലധികം സൗന്ദര്യ ഗുണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണ്ടവരും ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഒന്നാമതായിട്ട് നിങ്ങൾ ആരെയാണെന്നറിയാം ഒരിക്കലും മാറ്റി നിർത്തരുതാത്തത്? സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നവരെ, അല്ലെങ്കിൽ സ്നേഹത്തിന് വേണ്ടി നിരന്തരം നിങ്ങളുടെ മുമ്പിൽ ബെഗ് ചെയ്യുന്നവരെ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും മാറ്റി നിർത്തരുത്. അപ്പോൾ നമ്മളെപ്പോഴും അതൊരു മോശം സ്വഭാവമായിട്ടാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ പറയാറുള്ളത് സെൽഫ് എസ്റ്റീം ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തവരാണ് ഇങ്ങനെ സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, തീർച്ചയായിട്ടും നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഈ ഒരു സെൽഫ് റെസ്പെക്റ്റ് പണയം വെക്കരുത്. എങ്കിൽ പോലും ഇവിടെ സ്വന്തം സെൽഫ് റെസ്പെക്റ്റ് പോലും പണയം വെച്ചിട്ട് ഒരു വ്യക്തി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി നിങ്ങൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് വൺ സൈഡ് ലവിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ചിലർക്ക് ഒരു സൈഡിലിട്ട് മാത്രം ലവ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും, മറ്റവർ മൈൻഡ് ചെയ്യത്തില്ല. അത് വേറൊരു കാര്യം. അതിനെക്കുറിച്ചല്ല ഞാനിവിടെ പറഞ്ഞത്. ഇത് ശരിക്കും രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് ഒരു സ്നേഹബന്ധം തുടങ്ങിയിട്ട്, അപ്പോൾ ഒരു വ്യക്തി മറ്റേ വ്യക്തി ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നു. തുടക്കത്തിൽ മറ്റേ വ്യക്തി ഇതുപോലെയൊക്കെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും ഈ ഒരു വ്യക്തിക്ക് ഈ മറ്റേ വ്യക്തിയോടുള്ള സ്നേഹം ഇല്ലാതെ അങ്ങനെ അവഗണിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ കേസുകളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവഗണന നേരിട്ടിട്ടും നിങ്ങളുടെ ആ ഒരു സ്നേഹം കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പുറകെ നടന്ന് എന്നെ ഒന്ന് സ്നേഹിക്കേ എന്ന് പറഞ്ഞ് ബെഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ നിങ്ങളെ 100% ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾ നിരന്തരം അവഗണിച്ചിട്ട് അവർ നിങ്ങളെ ഇട്ടിട്ട് പോകുന്നില്ല, പുറകെ നടന്ന് എന്നെ ഒന്ന് സ്നേഹിക്കേ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ വിട്ടുകളയരുത്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതിനെ കഴിഞ്ഞും ഒരുപാട് ഇരട്ടി അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സ്വന്തം സെൽഫ് റെസ്പെക്റ്റും അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീമും ഒക്കെ പണയം വെച്ചിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കുനിഞ്ഞു തന്ന് താഴ്ന്നു തന്ന് നിങ്ങളുടെ കാലിൽ വീണ് സ്നേഹത്തിന് വേണ്ടി ബെഗ് ചെയ്യുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ തട്ടിമാറ്റിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങളത് ഓർത്ത് ദുഃഖിക്കും. കാരണം നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്ന വ്യക്തി, പങ്കാളി ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാത്ത ഒരാളായിരിക്കും. നിങ്ങളായിരിക്കും ഒരുപക്ഷെ അവരുടെ മുമ്പിൽ സ്നേഹത്തിന് വേണ്ടി കരഞ്ഞു നിൽക്കാൻ പോകുന്നത്. കാരണം കർമ്മ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മൾ ആരെങ്കിലും ഈ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാലത്ത് ഒരുപാട് സ്നേഹിച്ചിട്ട് പിന്നീട് ഒരു കാരണമില്ലാതെ ആരെങ്കിലും അവഗണിച്ച് കളഞ്ഞു, അവർ നമ്മളെ ഒരുപാട് സ്നേഹിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കർമ്മ നമുക്ക് തിരിച്ചു വരും. നമ്മളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ബെഗ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി നമ്മുടെ അടുത്ത് ബെഗ് ചെയ്യുന്നവരെ ഒരിക്കലും നമ്മൾ തട്ടിക്കളയരുതെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ, തങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും നിങ്ങൾക്ക് ഫോൺ കോൾ തരികയും അല്ലെങ്കിൽ നിങ്ങളെ വീഡിയോ കോൾ വിളിക്കുകയും അങ്ങനെ എപ്പോഴും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഉത്സാഹമുള്ള വ്യക്തി, ഒരുപാട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു പക്ഷേ വളരെ ഷോർട്ടായിട്ടുള്ള റിപ്ലൈ കൊടുക്കുമ്പോഴും നിങ്ങൾക്കൊരു പാരഗ്രാഫ് കണക്കിന് എസ്സേ പോലെ മെസ്സേജ് തരുന്നവർ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചു കിട്ടാത്ത സ്നേഹം എപ്പോഴും ഒരു നോവാണ്. അവർ ഒരു മെസ്സേജ് അയച്ചിട്ട് നോക്കിയിരിക്കുകയാണ് നിങ്ങളുടെ ഒരു റിപ്ലൈക്ക് വേണ്ടിയിട്ട്. ഒരുപക്ഷെ നമ്മളത് കണ്ടാലും ചിലവർ റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. കാരണം ചിലവരുടെ മനസ്സിലെ സ്നേഹം, ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം പോയി. തുടക്കാലത്തിൽ ഇവരും ഒരുപക്ഷെ മണിക്കൂറുകളോളം സംസാരിച്ചിരുന്നവരാണ്. പക്ഷേ പിന്നീട് അവർക്ക് എന്തൊക്കെയോ ഇവരോടുള്ള സ്നേഹം പോയിട്ട് പിന്നീട് ഒരു രീതിയിലും റിപ്ലൈ കൊടുക്കാതെ ആവുന്നവരെ അവഗണിച്ച് അങ്ങ് ഒഴിവാക്കുകയാണ്. അപ്പോഴും ആ പാവങ്ങൾ നിങ്ങൾക്ക് മെസ്സേജ്, നിങ്ങളുടെ സുഖവിവരമൊക്കെ അന്വേഷിച്ച് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളവരെ തട്ടി അകറ്റുന്നു.
അപ്പോൾ ഈ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ നോവ് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുപോലെ മെസ്സേജ് അയച്ചും കോൺടാക്റ്റ് ചെയ്തും ഒരു വ്യക്തി നിങ്ങൾ എത്ര സ്നേഹിച്ചിട്ടും നിങ്ങളവരെ തട്ടി മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു തീരാവേദന തന്നെ ആയിരിക്കും പിൽക്കാലത്ത്. ഇനി മൂന്നാമായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക്കും ഏറ്റെടുക്കുന്ന വ്യക്തി, അതുപോലെ നിങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളെ തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ചിലർക്കൊക്കെ വീട്ടിലെ സാഹചര്യം അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തെ സാഹചര്യം ഒന്നും ഒരു ഫോൺ വിളിക്കാൻ പോലും അനുകൂലമായിരിക്കത്തില്ല. പക്ഷേ എന്നാലും ഒരു ഭയങ്കരമായിട്ട് റിസ്ക് എടുക്കും. ഒരുപക്ഷെ അവർ ഈ ഫോൺ വിളിക്കുന്ന കണ്ടാൽ, നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്ന കണ്ടാൽ ചിലപ്പോൾ അവരെ ഒരു ഓഫീസിലാണെങ്കിൽ അവിടുത്തെ ബോസ് ചിലപ്പോൾ ചീത്ത വിളിച്ചേക്കാം, വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നല്ല ശിക്ഷ കിട്ടിയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും നിങ്ങൾ റിസ്ക് എടുത്ത് അവർ കോൺടാക്ട് ചെയ്യാൻ തയ്യാറാവുന്നു. അവർക്ക് ഒരുപാട് പേഴ്സണലായിട്ട് നഷ്ടം ഉണ്ടാക്കുന്ന, അപ്പോൾ സമയനഷ്ടം ആയിക്കോട്ടെ, ധനനഷ്ടം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ പേരോ പ്രശസ്തിയൊക്കെ പണയം വെച്ചുകൊണ്ട് പോലും അവർ നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കും. കാരണം അത്രമാത്രം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. ഇനി നാലാമായിട്ട് തങ്ങളെ കഴിഞ്ഞും പ്രയോറിറ്റി നിങ്ങൾക്ക് തരുന്നവർ, നിങ്ങൾക്കൊന്നാം സ്ഥാനം തരുന്നവർ, അവർ സ്വന്തം കാര്യം പോലും മറന്നിട്ടായിരിക്കാം നിങ്ങളെ സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ സ്വന്തം എത്രമാത്രം അവർ സ്വയം സ്നേഹിക്കുന്നു അതിനേക്കഴിഞ്ഞും കൂടുതൽ അവർ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളെ വലിയൊരു പെഡസ്ട്രലായിരിക്കും അവർ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെ കഴിഞ്ഞും കൂടുതൽ പ്രയോറിറ്റി മറ്റാർക്കും കൊടുക്കാൻ പാടില്ലെന്നാണ് പറയുക. നമ്മൾക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു പ്രയോറിറ്റി കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ പോലും ആരെങ്കിലും തങ്ങളെക്കഴിഞ്ഞും പ്രയോറിറ്റി നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അവർ നിങ്ങൾക്ക് ഇങ്ങനെ പ്രയോറിറ്റി കൂടുതൽ തരുന്നുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര സമയം വേണമെങ്കിലും ചിലവഴിക്കാൻ അവർ തയ്യാറായിരിക്കും. അവരുടെ പ്രധാനപ്പെട്ട ജോലികൾ പോലും അവർ നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചെന്നിരിക്കും. കാരണം അതിനെക്കഴിഞ്ഞും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ തന്നെ ജീവിതത്തെ കഴിഞ്ഞും അവരുടെ തന്നെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞും ഒക്കെ നിങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇനി അഞ്ചാമായിട്ട് നിങ്ങൾ ഒന്നിച്ചുള്ള ഒരു നല്ല ഭാവി സ്വപ്നം കാണുന്ന വ്യക്തി, ആ ഒരു ഭാവിയെക്കുറിച്ച്, നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഭാവിയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. കാരണം ഭാവിയിലേക്കൊക്കെ ചിന്തിക്കണമെങ്കിൽ, നമ്മൾ ഈ സ്നേഹിക്കുന്ന വ്യക്തിയെ കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ ഞാൻ ഒരിക്കലും വിട്ടുകളയത്തില്ല. ഈ വ്യക്തിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ രീതിയിൽ നമുക്ക് ആ ഒരു സ്നേഹിക്കുന്ന വ്യക്തിയെ കൂടി ഫ്യൂച്ചർ കാര്യങ്ങളിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ നമ്മൾ പുതിയൊരു വീട് വെക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കാൻ പോകുന്നതും, അല്ലെങ്കിൽ എന്തൊക്കെ സ്വപ്നങ്ങളാണ് നമ്മൾ ഒരുമിച്ച് നിറവേറ്റാനുള്ളത്, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ പകുതി വെച്ച് വഴിക്ക് വെച്ച് ഉപേക്ഷിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. എപ്പോഴും അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള. തന്നെയല്ല, അവർ നിങ്ങളെ അവരുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളെ അവരുടെ ഫാമിലിയിലുള്ളവർക്കൊക്കെ അവർ പരിചയപ്പെടുത്തി കൊടുത്തെന്നിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് അവർ കൂടുതലായിട്ട് ചോദിച്ചെന്നിരിക്കാം. അപ്പോൾ എല്ലാ ദിവസവും തന്നെ അവരുടെ വിശേഷമൊക്കെ അവർ നിങ്ങളോട് പങ്കുവെക്കും. നിങ്ങളുടെ വിശേഷം അറിയാനും അവർക്ക് ഒരുപാട് കൊതിയായിരിക്കും. ഇനി ആറാമായിട്ട് നിങ്ങളോട് ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഒരു പൊസസീവ്നെസ് സൂക്ഷിക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ ഒരു പൊസസീവ്നെസ് പ്രകടിപ്പിക്കുന്ന വ്യക്തി നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ പൊസസീവ്നെസ് അമിതമായാൽ തീർച്ചയായിട്ടും അത് വല്ലാത്ത പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അപ്പോൾ ഓവർ പൊസസീവ്നെസ്സിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്, മറിച്ച് ആരോഗ്യകരമായിട്ടുള്ളൊരു പൊസസീവ്നെസ്. അതായത് ആരോഗ്യകരമായിട്ടുള്ളൊരു പൊസസീവ്നെസ് നമ്മുടെ പങ്കാളിയുടെ ഒരു പ്രൊട്ടക്ഷനും വളരെയധികം നല്ലതാണ്. ഇപ്പോൾ ചില പങ്കാളികൾക്ക് ഒരു ബോധവും ഇല്ല, അവർ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ടവരോട് വല്ലാണ്ടങ്ങ് മിങ്കിളായിപ്പോവും. അപ്പോൾ അങ്ങനെ വല്ലാണ്ട് മിങ്കിളായി പോകുമ്പോൾ അവർ പോലും അറിയാതെ അവരുടെ മനസ്സ് ഈ സ്നേഹിക്കുന്ന പങ്കാളിയിൽ നിന്ന് മാറി ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള പങ്കാളിയിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട്. ആ ഒരു ഭയം, ഈ സ്നേഹിക്കുന്ന വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിക്കുണ്ടായിരിക്കും. പക്ഷേ ഒരു വ്യക്തി നിങ്ങളെ ഒട്ടും സ്നേഹിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പൊസസീവ്നെസ്സും ഉണ്ടായിരിക്കത്തില്ല. ആരുടെ കൂടത്തിൽ പോയാൽ എനിക്ക് എന്താ വഴി, അവരുടെ കൂടത്തിൽ പോകാണെങ്കിൽ അത്ര സന്തോഷം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നൊരു വ്യക്തിക്ക് ആരോഗ്യകരമായിട്ടുള്ള അളവിൽ ഒരു ചെറിയ പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഓപ്പോസിറ്റ് ജെൻഡറിൽപ്പെട്ടവരോട് ഒരുപാട് ഇടപഴകുമ്പോൾ അവരുടെ ഹൃദയം ഇങ്ങനെ കത്തുമായിരിക്കും, വേവുമായിരിക്കും. പക്ഷെ അവരത് പറയത്തില്ല. കാരണം അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എങ്കിലും നിങ്ങളെ അവർ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അങ്ങനെയൊന്നും ചെയ്യില്ലായിരിക്കാം എന്നൊരു ട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അവർക്ക് ഒരുപാട് വേദന ഉള്ളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലരെയൊക്കെ കാണാം, അവർ ഇങ്ങനെ സ്നേഹിക്കുന്നൊരു വ്യക്തി ഉണ്ടെങ്കിലും അതുകൂടാതെ ഒരു ബെസ്റ്റീനെ ഓപ്പോസിറ്റ് ജെൻഡറിൽ നിന്ന് പിടിച്ച് ഭയങ്കര സ്നേഹമായിരിക്കും. ചിലപ്പോൾ ഈ സ്നേഹിക്കുന്ന വ്യക്തിയെ കഴിഞ്ഞ് സ്നേഹം ഈ ബെസ്റ്റിയോടായിരിക്കും. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിൽ ഒരു തേർഡ് പാർട്ടീനെ നിങ്ങൾ കൊണ്ടുവരരുത്. ഒരു തേർഡ് പാർട്ടിയിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സ്നേഹിക്കുന്ന വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സ് തേർഡ് പാർട്ടിയിലേക്കായി. അപ്പോൾ ഇവിടെ ശരിക്കും കുറ്റം വരുന്നത് ഈ തേർഡ് പാർട്ടിയുടെ കയ്യിലല്ല, മറിച്ച് ഈ സ്നേഹിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയാതെ തേർഡ് പാർട്ടിക്ക് മനസ്സ് കൊടുക്കുന്നവരാണ് ശരിക്കും കുറ്റക്കാർ. അപ്പോൾ അതുകൊണ്ട് ആരും തേർഡ് പാർട്ടിയെ ബ്ലെയിം ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഒരു തേർഡ് പാർട്ടി വരുമ്പോൾ അയാളാണ് കൂടുതൽ ബെറ്റർ ഓപ്ഷൻ എന്ന് തോന്നിയിട്ടാണ് അവരിലേക്ക് ഇവർ തിരിയുന്നത്. അപ്പോൾ നിങ്ങളെ ഇവർ വെറും ഒരു ഓപ്ഷനായിട്ട് കാണുന്നവരാണ് നിങ്ങളെ വിട്ടിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവർ കുറച്ചൊക്കെ നിങ്ങളുടെ കാര്യത്തിൽ പൊസസീവ്നെസ് കാണിച്ചെന്നിരിക്കും. ആ രീതിയിൽ നിങ്ങളെ ചെറിയ രീതിയിലൊക്കെ ഉപദേശിച്ചെന്നിരിക്കും. അപ്പോൾ അത് കേട്ട് നിങ്ങൾ ഒഫൻഡഡ് ആവാൻ നിൽക്കരുത്. കാരണം അവർ നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഏഴാമട്ട് നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാൾ. ഇപ്പോൾ നിങ്ങൾ അവരെ തേച്ചിട്ട് പോയാൽ പോലും, നിങ്ങളവർ ഉപേക്ഷിച്ചിട്ട് പോയാൽ പോലും ഒരു പ്രതികാര ബുദ്ധിയും ഇത്തരക്കാർക്ക് നിങ്ങളോടുണ്ടാകും.
ഉണ്ടാവില്ല. അവർ ചങ്ക് പൊട്ടി കരയുമ്പോഴും നിങ്ങളെ അവർ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. നിങ്ങൾ അവരെ വിട്ട് വേറൊരാളുടെ അടുത്ത് പോയാലും അവർ നിങ്ങളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കത്തുള്ളൂ. ഒരിക്കലും നിങ്ങൾക്കിട്ട് പ്രതികാരം ചെയ്യാനോ പുറകെ വന്ന് പണി തരാനോ പാരവെക്കാനോ ഒന്നും വരത്തില്ല. ഒരുപക്ഷെ ആ പാവങ്ങൾ അവരുടെ ജീവിതം മുഴുവൻ കരഞ്ഞ് തീർത്തുന്നിരിക്കാം. മറ്റൊരു പങ്കാളിയെ അവർക്ക് സ്നേഹിക്കാൻ പോലും ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. പക്ഷെ അതൊന്നും അവരുടെ വീക്ക്നെസ് അല്ല, മറിച്ച് അത് അവർ ഇത്തരത്തിലുള്ള ആളുകളെ, നമുക്ക് ഇതുപോലെ ഹൃദയം തുറന്ന് സ്നേഹിക്കുന്നവരെ, അങ്ങനെയുള്ളൊരു സ്പീഷീസ് ഇപ്പോൾ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുക. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഗ്ഗമാണ് ഇതുപോലെ ആത്മാർത്ഥത കൂടി സ്നേഹിക്കുന്നവർ. പക്ഷേ ഈ ആത്മാർത്ഥത കൂടി സ്നേഹിക്കുന്നവർക്ക് എന്നും ദുഃഖം തന്നെയായിരിക്കും ഫലം. കാരണം ഈ ഒരു ആത്മാർത്ഥത തിരിച്ചറിയപ്പെടാതെ പോകുന്നു, അവരെ ആരും തിരിച്ച് സ്നേഹിക്കാതെ പോകുന്നു. പക്ഷേ ഇത്തരക്കാരെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നവർ അപ്പോൾ വലിയ അഹങ്കരിച്ചെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവർ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കും. കാരണം ഇത്രയും നല്ലൊരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുപാട് അവഗണിച്ചിട്ടും നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തി ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി വീണ്ടും നിങ്ങളുടെ പുറകെ വരുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഒരിക്കലും കൈവിട്ട് കളയരുത്. കാരണം അവർ നിങ്ങൾ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ സ്വഭാവമൊക്കെ നല്ലതാണ്. നമ്മൾ ഈ കാണിക്കുന്ന സ്വഭാവമൊക്കെ ഒരുപാട് സ്നേഹം ഉള്ളവർ മാത്രം ചെയ്യുന്ന സ്വഭാവമാണെങ്കിലും നമ്മളൊരു പരിധിയിൽ കൂടുതൽ ഈ രീതിയിൽ താന്നു കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്കിട്ട് പണി കിട്ടും. കാരണം നമ്മളൊരു മാക്സിമം ഒരു സമയം ലിമിറ്റ് വെക്കണം. അതായത് 1 മാസം, അതിൽ അപ്പുറത്തേക്ക് ഈ രീതിയിൽ നമ്മൾ ബെഗ് ചെയ്ത് നിൽക്കാൻ പാടില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ നമുക്കൊരു റെസ്പോൺസും തരുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങൾ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് തയ്യാറാവണം എന്നുള്ളതാണ്.